ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഗുരുവായൂരപ്പൻജി, ഈ വേദിയിൽ തന്നെ നമ്മളോടൊപ്പമുള്ള നാരായണേട്ടൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി നവ്യ, വേദിയിലും സദസ്സിനുമുള്ള സ്നേഹികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രദേശത്ത് എല്ലാ രീതിയിലും സംഘപ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനം ചെയ്ത ആളുകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ നഗരസഭയിലേക്ക് ഒരു ചെയർപേഴ്സണെ കൊടുക്കാൻ, പ്രിയ അജയനെ സമ്മാനിക്കാൻ സാധിച്ചവരുടെ ഒരു ഗ്രാമം കൂടിയാണ് ഈ പ്രദേശം. അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തലമുതിർന്ന അധികാരികളെ ഒരുമിച്ചിരിക്കാൻ, അവരുമായി ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് ഒരു നേരമെങ്കിലും ഒരു വീട്ടിൽ കിടപ്പുമുറി ഒരുക്കാൻ, ആ ഓർമ്മകളിലൂടെ ജീവിക്കാൻ സാധിച്ച എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ഈ വേദിക്കകത്തിരിക്കുന്നുണ്ട്. എന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA, ആ NDAക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒരു യോഗം വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളല്ല, കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനുമാണ്. അതെന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അത് അവർ പഠിപ്പിച്ചിട്ടല്ലല്ലോ നമ്മൾ ഓരോ വാർഡുകളിലും കൗൺസിലർമാരെ സൃഷ്ടിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടാണോ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിയത്? ഏറ്റവും ആദ്യം പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യത്തെ യോഗം കൺവെൻഷൻ വിളിച്ചത്. ആദ്യത്തെ കൺവെൻഷൻ വിളിച്ചത് 2 കേന്ദ്രമന്ത്രിമാർ, ശ്രീമാൻ സുരേഷ് ഗോപിയും ശ്രീ ജോർജ് കുര്യനും. തൃശൂരിൽ പെട്ടിപ്പൊളിക്കുന്നത് വരെ 3-ാം സ്ഥാനത്തിരിക്കും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്, സുരേഷ് ഗോപി ഏതെല്ലാം കേസുകളിൽ പെടുത്താൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ കുപ്രചരണങ്ങൾ മുഴുവൻ അഴിച്ചുവിട്ട് പെട്ടി പൊളിച്ചു കഴിഞ്ഞപ്പോ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും ഒക്കെ കൂടി ശ്രീമാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. അങ്ങനെ വിജയിച്ച് ഡൽഹിയിൽ ചെന്നപ്പോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, സുരേഷ് ഗോപിയെ പോലെ അതുല്യനായിട്ടുള്ള ഒരു കലാകാരനെ എല്ലാ രീതിയിലും ജനങ്ങൾ സ്വീകരിക്കുമെന്ന ബോധ്യം വന്നു ശ്രീമാൻ നരേന്ദ്രമോദിക്ക്. ആ ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരെ പങ്കെടുത്തത്. അദ്ദേഹം വന്നിട്ടില്ലേ മുമ്പ് പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ മത്സരിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. ആ കത്തയച്ചുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു, ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ചിരിക്കുന്ന വേദിയിലേക്ക്, സദസ്സിലേക്ക് അങ്ങൊന്ന് വന്നാൽ പാലക്കാടിലെ ജനങ്ങളുടെ വികാരവും വിചാരവുമാണ് അങ്ങ് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനറൽ ഇലക്ഷൻ ആയിരുന്നു, എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ചുകൂട്ടി ആ പാലക്കാടിലെ വേദിയിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കാൻ പോകുമ്പോൾ നമസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് സ്ത്രീയെ അത്രയും കൂടുതൽ ബഹുമാനിച്ച് ആദരിച്ച് ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് കടന്നു വന്നത് ശോഭാ സുരേന്ദ്രനോടുള്ള ബഹുമാനം കൊണ്ടല്ല. ഒരു സ്ത്രീ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ത്രീ എല്ലാവർക്കും വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ അദ്ദേഹം കാണാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സുരേഷ് ഗോപി ജയിച്ച് ഡൽഹിയിൽ ചെന്നപ്പോ ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ലല്ലോ. നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിയാക്കി പ്രഖ്യാപിച്ചു, കൊടുത്തു കേന്ദ്രമന്ത്രി സ്ഥാനം, പെട്രോളിയം വകുപ്പ്, ടൂറിസം വകുപ്പ്. അത് കഴിഞ്ഞ് ജയിക്കാത്ത, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജോർജ് കുര്യനെ മന്ത്രിയാക്കി.
ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായപ്പോ അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള പല ആളുകളും അന്ന് ജോർജ് കുര്യനെ പല ആളുകളും പറഞ്ഞു ഈ BJP-യിൽ പോണോ, BJP-യിൽ പ്രവർത്തിക്കണോ, BJP ശരിയാവുമോ? പക്ഷേ ശ്രീമാൻ ജോർജ് കുര്യൻ പറഞ്ഞു ഞാൻ BJP-കാരനാണ്, ഞാൻ പള്ളിയിൽ വരും പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ BJP-കാരനാണ് എന്ന് പറഞ്ഞ ആ ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങളുടെ മികവ് കണ്ട് ഒരു ക്രിസ്ത്യൻ സഹോദരന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കേന്ദ്രമന്ത്രിയാക്കി. 4 വകുപ്പുകൾ, ഈ 4 വകുപ്പുകൾ 2 കേന്ദ്രമന്ത്രിമാർക്ക് കിട്ടിയിട്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള റിയാസ് ടൂറിസത്തിന്റെ മന്ത്രിയാണ്, സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ടൂറിസത്തിന്റെ മന്ത്രിയാണ്. ഒറ്റത്തവണ സുരേഷ് ഗോപിയെ കാണാൻ പോയിട്ടില്ല. അപ്പൊ കേരളം നന്നാക്കലാണോ ഇവരുടെ പരിപാടി? കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരലാണോ ഇവരുടെ പരിപാടി? പദ്ധതിയല്ല. അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ 10 പേർക്ക് ജോലി കിട്ടണമെന്നല്ല. അവർ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മുന്നിൽ ഞാൻ അങ്ങനെ ചെന്ന് നിന്ന് കാസർഗോഡ് മുതൽ നമ്മുടെ മലമ്പുഴയ്ക്കും ധോണിക്കും അതുപോലെ തന്നെ ട്രാവലർ ഗൈഡിൽ ലോകത്ത് ടൂറിസത്തിന്റെ 50 കേന്ദ്രങ്ങൾ കേരളത്തിന് സ്വന്തമായി ഉണ്ടായിട്ട് ഒരു ടൂറിസത്തിന്റെ പ്രൊജക്ട് കൊടുക്കാൻ തീരുമാനമെടുക്കാത്ത മരുമകൻ റിയാസ് അദ്ദേഹം ഇപ്പൊ ന്യായവാദങ്ങൾ നടത്തുകയാണ്. എല്ലാ ഇന്ത്യയിലെ മുഴുവൻ ടൂറിസം വകുപ്പ് മന്ത്രിമാരും സുരേഷ് ഗോപിയെ കണ്ടു കഴിഞ്ഞു, ഓൺലൈനായി സംസാരിച്ചു കഴിഞ്ഞു. 3.5 മാസമായിട്ട് ഒരു പ്രൊജക്ട് കൊടുക്കാത്ത മുഖ്യമന്ത്രിയും മരുമകനും ഈ നാട്ടിലുണ്ട്. എന്തേ 100 പേർക്ക് ജോലി കൊടുത്തുകൂടെ? 1000 പേർക്ക് ജോലി കൊടുത്തുകൂടെ? വികസനം നടത്തിക്കൂടെ? വേണ്ട എന്നാണ് അവരുടെ തീരുമാനം. ജോർജ് കുര്യന്റെ വകുപ്പോ പശു വളർത്തൽ, മൃഗസംരക്ഷണ വകുപ്പ്, ഫിഷറീസ്, മത്സ്യബന്ധനം. നമ്മുടെ നാട്ടിൽ 312 കിലോമീറ്റർ കടലോരം സ്വന്തമായിട്ടുള്ള കേരളത്തിൽ മത്സ്യപ്രവർത്തകർ നിത്യ ദുരിതം അനുഭവിച്ചുകൊണ്ട് ഉപജീവന മാർഗത്തിന് ഗതിയില്ലാതെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ, എത്രയോ നീണ്ട കടൽ തീരമുള്ള കേരളത്തിന്റെ മണ്ണിൽ എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയുകയാണ്, 10 മത്സ്യത്തൊഴിലാളികളുടെ വികസന പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ജോർജ് കുര്യനുമായിട്ട് സമ്മതിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയില് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുതലപ്പൊഴിയില് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഒരാൾ പോലും ഇനി മരിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് ശ്രീമാൻ ജോർജ് കുര്യൻ പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായപ്പോ അവിടെ ഒരു സാധാരണ തൊഴിലാളിയെ പോലെയാണ്, ഒരു സാധാരണ വ്യക്തിയെ പോലെയാണ് ശ്രീമാൻ ജോർജ് കുര്യൻ പോയി നിന്നത്. ഒരു മന്ത്രിയുടെ ഒരു പരിവാരങ്ങളുടെയും അകമ്പടിയോട് കൂടിയിട്ടല്ല. ആ മനുഷ്യൻ അവിടെ ചെന്ന് നിന്ന് കാലിൽ ബൂട്ടണിഞ്ഞ് ആ മരണമടഞ്ഞ ആളുകളുടെ കുടുംബത്തോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 2 കേന്ദ്രമന്ത്രിമാരെ കൊടുത്തു. 2 കേന്ദ്രമന്ത്രിമാരെ കൊടുത്തതിന് ശേഷം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാടിൽ നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനായിരുന്നു അത്രേ പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മതിയോ? കാരണം ഞാൻ ആലപ്പുഴയിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരാളാണ്. ആലപ്പുഴയിൽ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിന് മുൻപ് ഒരു ഹെർണിയ സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ഒരാളാണ്. 28 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകണമെന്ന് മുതിർന്ന അധികാരി പറഞ്ഞപ്പോ നരേന്ദ്രമോദിജിക്ക് ഞാനൊരു കത്തെഴുതി, അമിത്ഷാജിക്ക് ഒരു കത്ത് കൊടുത്തു, നദ്ദാജിക്ക് ഒരു കത്ത് കൊടുത്തു. എന്റെ സഹപ്രവർത്തകൻ, എന്റെ നേതാവ്, കേരളത്തിലെ മുതിർന്ന മുൻ സംസ്ഥാന പ്രസിഡന്റുമാരോടെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല, കാരണം എനിക്ക് റെസ്റ്റ് വേണം, 6 മാസം മിനിമം റെസ്റ്റ് വേണം. എന്നാൽ മാധ്യമ പ്രവർത്തകന്മാര് കഥകൾ കെട്ടാൻ തുടങ്ങി. ശോഭാ സുരേന്ദ്രന് നല്ല സീറ്റില്ല, ശോഭാ സുരേന്ദ്രൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് വാർത്തകളും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷനെ വിളിക്കേണ്ടവര് വിളിച്ചിട്ട് പറഞ്ഞു ശോഭയോട് സംസാരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു എന്തായാലും മത്സരിക്കേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് ആലപ്പുഴയിലേക്ക് പെട്ടിയും കിടക്കയും എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ പോയി. ആലപ്പുഴയിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ചില പ്രത്യേകമായിട്ടുള്ള മാധ്യമങ്ങൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ പച്ച തൊടാൻ പോകുന്നില്ല. 2 മുസ്ലിം സ്ഥാനാർത്ഥികളുടെ ഇടയിലാണ് അന്ന് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, അതും അറയ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിച്ചത് കൊണ്ടാണ് 1,80,000 വോട്ട് കിട്ടിയത്. 1.5 ലക്ഷം തയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. കഥകൾ മുഴുവൻ നിരത്താൻ തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? അച്യുതാനന്ദന്റെ വാർഡിൽ 1ാം സ്ഥാനം, KC വേണുഗോപാലിന്റെ വാർഡിൽ 1ാം സ്ഥാനം, മുൻ മന്ത്രി സുധാകരന്റെ വാർഡിൽ 1ാം സ്ഥാനം, പുന്നപ്രയിലും വയലാറിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളിൽ
15,000 വോട്ട് കള്ളന്മാരെണ്ണിയില്ല. എന്താ കാര്യം? എന്നോട് ചോദിക്കാതെ തന്നെ ഒപ്പിട്ട് കൊടുത്തു. 15,000 വോട്ട് പെട്ടിക്കകത്ത് കിടക്കുക. അത് എണ്ണിക്കഴിഞ്ഞാൽ 4,000 കൂടി കിട്ടും. 3,04,000 വോട്ട് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ട് കലക്ടർ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ VVPAT എണ്ണാതെ 3 ലക്ഷത്തിന്റെ മുകളിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കണക്കാതിരിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പോലീസും കലക്ടറും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ പ്രതിഷേധം ഉണ്ടാക്കാതെ എങ്ങനെ വോട്ട് എണ്ണാതിരിക്കണമെന്ന് റിസർച്ച് ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, അങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന എന്നെ നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചില്ലേ? നിങ്ങൾ എല്ലാവരും ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാർക്ക് ഏറെ പരിചയമുള്ള നിങ്ങളുടെ മകളെ പോലെയുള്ള എനിക്ക് ജയിക്കാൻ പറ്റണേ എന്ന് പാലക്കാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉയർന്നു നിൽക്കുമ്പോ പിന്നെ എന്താണ് വാർത്ത? പാലക്കാടിലേക്ക് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, ഫ്ലെക്സ് ബോർഡ് കത്തിക്കുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ തോക്ക് വാങ്ങണം, എന്റെ എതിരാളികൾ വെടിവെച്ചു കൊള്ളണം, അല്ലാതെ എന്ന് നിങ്ങൾ എന്റെ പോരാട്ടത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ പറയാൻ സാധിച്ചു? പറയാൻ സാധിച്ചത്, ഞാൻ കടന്നു വന്നത്, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കടന്നു വന്നത് എവിടെ നിന്നാണെന്നറിയോ? സംഘശാഖ കണ്ടിട്ടാണ്. സംഘശാഖ കണ്ടിട്ടാണ്. ഞാൻ ജനിച്ചു വരുമ്പോ ഭക്ഷണം കഴിക്കാൻ അരിയില്ല. കട്ടൻ ചായയും കൊള്ളി എന്നാണ് അവിടെ പറയുന്നത്. കട്ടൻ ചായയും കൊള്ളിയും, എല്ലാ ദിവസവും കട്ടൻ ചായയും കൊള്ളിയും. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മുഴുത്ത വേവാത്ത പരിപ്പും വലിയ നീളത്തിലുള്ള പൊന്തങ്കായയുടെ കറിയും, അതിന് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് മാത്രം. എല്ലാ ദിവസവും അതാണ് കറി. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഷീജ. ആ ഷീജ എന്ന് പറയുന്ന കുട്ടി എന്നും ബീട്രൂട്ട് നല്ല തേങ്ങയൊക്കെ ചിരകി ബീട്രൂട്ട് ഉപ്പേരി കൊണ്ടുവരുമ്പോ ആ കുട്ടി എല്ലാ ദിവസവും ഒരു നുള്ളു ബീട്രൂട്ട് ഉപ്പേരി എനിക്ക് തരും. ഞാൻ പറഞ്ഞു വന്നത്, ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും 25 സെന്റ് സ്ഥലമുള്ള ഒരു വീട് എന്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമായിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാൻസർ ബാധിച്ച് എന്റെ അച്ഛൻ മരിച്ചു. എന്നാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ വീടിന്റെ മുന്നിൽ ആദ്യമായി തെക്കിങ്കരം പഞ്ചായത്തിൽ ശാഖ നടത്താൻ സ്ഥലം കൊടുത്ത ഒരച്ഛനായിരുന്നു കൃഷ്ണൻ എന്ന പേരുള്ള എന്റെ അച്ഛൻ. എന്നിട്ട് ഓൺലൈൻ കൂലി എഴുത്തുകാരിൽ ഒരാൾ എഴുതി, പഴയ സഖാവായിരുന്നു എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ സ്കൂൾ കണ്ടിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരച്ഛന്റെയും അമ്മയുടെയും മകളായിരുന്നു ഞാൻ. എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. എന്നാൽ എന്റെ വീടിന്റെ മുന്നിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആൺകുട്ടികൾ ആണുങ്ങളെ നടത്തുന്ന ശാഖ കണ്ട് വളർന്നത് കൊണ്ടാണ് പിണറായി വിജയനോടും VD സതീശനോടും ഞാൻ പറയുന്നു, ഈ തന്റെ ഇടം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായത് വേറെ ആരും നൽകിയതല്ല. ആ എന്നെ തകർക്കാൻ നേരത്തെ കണ്ണം പറഞ്ഞില്ലേ, ആ എന്നെ വ്യക്തിപരമായി തകർക്കാൻ ഒരു വെടി സുരേന്ദ്രന്റെ നെഞ്ചത്തേക്ക്, ഒരു വെടി ശോഭാ സുരേന്ദ്രന്റെ നെഞ്ചത്തേക്ക്. 2 നേതാക്കന്മാരെ തീർന്നു കിട്ടിയാൽ എളുപ്പമായി. അങ്ങനെയല്ലേ റിപ്പോർട്ടർ ചാനലുകാരൻ 1 മണിക്കൂർ വാർത്ത അവതരിപ്പിച്ചത്? ഞാൻ അന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, പ്രസ്ഥാനത്തിനെതിരെ, പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും പ്രവർത്തിച്ചാലും മറുപടി പറയാൻ രേഖകളുമായിട്ട് ഹാജരാകും, ജീവനോടുകൂടി ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ എൻ്റെ അമ്മമാരുടെയും സഹോദരന്മാരുടെയും മുന്നിൽ പറഞ്ഞത്. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ബൈ ഇലക്ഷനിൽ ആദ്യത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോ ആ കൺവെൻഷനിൽ ഞാൻ എന്താ പ്രസംഗിച്ചത്? പേരിന് പ്രസക്തിയില്ല. സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ലേ ആ കൺവെൻഷനിൽ? ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു ആ കൺവെൻഷനിൽ. പേരിന് പ്രസക്തിയില്ല. പ്രസക്തി എന്താണ്? ചിഹ്നത്തിനാണ് പ്രസക്തി, താമരയ്ക്കാണ് പ്രസക്തി എന്നാണ് ഞാൻ ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത്. അതിനെ തുടർന്ന് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടായി. എന്താ സ്ഥാനാർത്ഥിയുടെ പണി? സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജയിച്ച അസംബ്ലിക്കകത്തേക്ക് പോകുന്നത് നല്ല സുഖമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളേൽപ്പിക്കുന്ന പണിയെടുക്കാനാണ്. ജോലിക്കാരനായി കേരള നിയമസഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ, അതിനാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് കൃഷ്ണകുമാറിന്. കൃഷ്ണകുമാർ അവിടെ പോയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കണം, കർഷകരെ കുറിച്ച് സംസാരിക്കണം, പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കണം. ഈ നാട്ടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കാർഷിക മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത കോടികളുടെ കണക്ക് ചോദിക്കണം. 51% വരുന്ന തുക ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച 100 രൂപയിൽ 51 രൂപയും ലാപ്സാക്കി കളഞ്ഞ വീണ ജോർജിനോട് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എണീറ്റ്
സന്തോഷിക്കുന്നതിന്റെ കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉണ്ടാക്കലല്ല മിസ്റ്റർ പിണറായി. ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹ പ്രതീക്ഷ ഈ ഭാരതം എന്ന് പറയുന്ന അമ്മയ്ക്ക് വേണ്ടി അമ്മേമാരെ വിളിക്കാൻ ഒരൊറ്റ കോൺഗ്രസ്സുകാരനില്ല കേരളത്തിൽ, ഒരു മാർക്സിസ്റ്റുകാരനില്ല. അതിന് ഞങ്ങൾ വേണം. ഈ ഭാരതത്തെ അമ്മയായി കാണാൻ, ജനനിയായി കാണാൻ, ജന്മഭൂമിയായി കാണാൻ. അതിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി തോൽക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് വിജയിക്കണം. നമുക്ക് വിജയിച്ച് ഒരാൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോകും. ഞങ്ങളെല്ലാം പുറത്ത് കാവൽക്കാരായിട്ടുണ്ടാകും. വരാൻ പോകുന്ന നാളുകളിൽ ഏത് SDPI-കാരനും, ഏത് പോപ്പുലർ ഫ്രണ്ടുകാരനും, ഏത് തീവ്രവാദിയും, ഏത് കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും നിങ്ങളൊരു കോട്ട കെട്ടിക്കോ. നിങ്ങൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരാണ്, നിങ്ങൾ ഇന്ത്യ മുന്നണിയാണ്, നിങ്ങൾ ഒന്നാണ്. 12 ലക്ഷം കോടി രൂപയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് കട്ടെടുത്തത് 10 കൊല്ലം കൊണ്ട്. ലല്ലു പ്രസാദ് യാദവ് 1000 കോടി രൂപയുടെ അഴിമതി നടത്തി. മമതാ ബാനർജി ബംഗാളിലെ ദീദി, അവരും മോശമല്ല, 7000 കോടി രൂപയുടെ അഴിമതി നടത്തി. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ വലിയ കൊട്ടാരം കെട്ടിയതെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിനെ കാണാൻ പിണറായി വിജയൻ പോയിട്ട് ആ സ്റ്റാലിന്റെ അരികിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ തൊട്ട് തലോടിയിട്ട് രാഹുൽ ഗാന്ധി ഉറയിലിട്ട വാളൂരിയെടുക്കുമ്പോൾ ആശീർവാദം കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ തിരിച്ചു പോകുന്നത്. നേർക്ക് നേർ നരേന്ദ്രമോദിയോട് മുട്ടാൻ പിണറായി വിജയന് പേടിയാണ്. അടുത്ത് തന്നെ അകത്തു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിന്റെ മണ്ണിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. SFIയുടെ അന്വേഷണം മകൾക്കെതിരെ നടക്കുകയാണ്, മകന്റെ അമ്മായിയപ്പനെതിരെ അന്വേഷണം നടക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കയറി ചെല്ലും, ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ക്ഷയിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോ എത്ര കാലമായി ഞങ്ങൾ സഹിക്കുന്നു. ഞാൻ 9 തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ്. 9 തെരഞ്ഞെടുപ്പിൽ തോൽക്കുക. ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിനക്ക് നാണല്ലേ? ഞാൻ ചോദിച്ചു, എന്തിനാണ് നാണം? ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഞാൻ ഉൾപ്പെടെ, ശ്രീമാൻ സുരേന്ദ്രൻ ഉൾപ്പെടെ, ശ്രീ കുമ്മനം രാജശേഖരൻ, സ്വാത്വികനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരൻ, ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം വരും. ശ്രീമാൻ കുമ്മനം രാജശേഖരന് ദേഷ്യം വരില്ല. ആ ശ്രീമാൻ കുമ്മനം രാജശേഖരന് ഉൾപ്പെടെ 7 പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. ജയിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറംജോലി കൊടുത്ത്, മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസുകാരുടെ പുറംജോലി കൊടുത്തിട്ടാണ് 7 പേർ ഞങ്ങൾ 2ാം സ്ഥാനത്ത് കഴിഞ്ഞ അസംബ്ലിയിൽ തോറ്റുപോയത്. അതിന്റെ തൊട്ട് മുൻപത്തെ ഇലക്ഷനിലും 1/2 ഡസനിലധികം വരുന്ന ആളുകൾ 7 പേർ 2ാം സ്ഥാനത്ത് നിന്നു. ഇല്ലേ? നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ദൃഢപ്രതിജ്ഞ എന്താണെന്ന് അറിയുമോ? തോറ്റിട്ടും 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 കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെയും താമര ചിഹ്നത്തെയും ഞാൻ നിരീക്ഷിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് എന്റെ ചങ്കിൽ താമര വെച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് നമുക്ക് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത്. അത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൃഢനിശ്ചയം. അതിനധികം സമയമില്ല. ഞാൻ പ്രിയ കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ചെയർപേഴ്സണായി ഇരുന്നുകൊണ്ട് ഇനി അടുത്ത പണി പ്രിയയ്ക്ക് എന്താണ്? അസംബ്ലിയിൽ വ്യാപകമായിട്ട് യാത്ര ചെയ്യണം. പറഞ്ഞില്ലേ? അസംബ്ലിയിൽ വ്യാപകമായി യാത്ര ചെയ്ത കല്യാണങ്ങൾക്കും, ഒരാൾ മരിച്ചാൽ മരണവീട്ടിലും അടിയന്തരത്തിലും ഒക്കെ പോയി നിറസാന്നിധ്യമായിട്ട് ഒരു പെൺകുട്ടി ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വളർന്നു വരണം എന്നുള്ളത് നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ല. ഞാൻ പ്രിയയെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് കണ്ട് ഞാൻ സംസാരിച്ചത്. ഇതായിരിക്കുന്നു എന്റെ മറ്റൊരു സഹോദരി. വയനാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ നിയോഗിച്ചു. എങ്ങനെയാണ് ഈ നവ്യ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചത്? നവ്യ വോട്ട് ആവശ്യപ്പെട്ടിട്ടാണോ? എനിക്ക് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് നവ്യ പറഞ്ഞിട്ടല്ല നവ്യക്ക് സീറ്റ് കൊടുത്തത്. പാർട്ടി തീരുമാനമെടുത്തു. പെട്ടിയും കിടക്കയുമായി നവ്യ വയനാട്ടിലേക്ക് വണ്ടി കയറി. ഒരാൾ, അപ്പോ ഒരു മാധ്യമം
ഒരു പ്രത്യേക മാധ്യമം ചോദിക്കുകയാണ്, ശോഭാ സുരേന്ദ്രൻ എന്താണ് പ്രിയങ്കയ്ക്കെതിരെ മത്സരിപ്പിക്കാത്തത്? ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. ഒരു ശോഭാ സുരേന്ദ്രൻ അല്ല, 33% റിസർവേഷനാണ് ശ്രീമാൻ നരേന്ദ്രമോദി പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. 33% സ്ത്രീകൾ കേരളത്തിലെ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു ചെല്ലാനാണ് ആ നിയമം പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ നവ്യ ഉൾപ്പെടെ പ്രിയ ഉൾപ്പെടെ 33% സ്ത്രീകളെ ജയിപ്പിക്കാനാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തീരുമാനമെടുക്കാനാണ് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ? നമ്മളങ്ങനെ തോറ്റുപോയി എന്നൊന്നും ഒരാളും വിചാരിക്കുന്നില്ല. കണ്ണേട്ടൻ ഇരിക്കുന്നുണ്ട്. എത്ര ചോറ് കണ്ണേട്ടൻ കൊടുത്തു വീട്ടിൽ വരുന്ന ആളുകൾക്ക്, എത്ര ചായ കൊടുത്തു? ഇതിനൊക്കെയുള്ള പാരിതോഷികം ഞങ്ങൾ തിരിച്ചു തരും എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളോട് പറയുകയാണ്. ഈ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വലിയ മഴയിലൊന്നും വാടിപ്പോകുന്നവരല്ലല്ലോ നമ്മൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ സമൂഹത്തിന്റെ വഴിവിളക്കുകളായി എന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള എന്റെ പ്രായവും അതിന് താഴെ പ്രായമുള്ള ആളുകൾ നമ്മൾ വലിയ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ചോര ചിന്തിയിട്ടുള്ള ബലിദാനികളുണ്ടല്ലോ, 300-ലധികം വരുന്ന ബലിദാനികൾ. കണ്ണൂരിൽ എത്രയോ വീടുകളിൽ എനിക്ക് പോകാൻ അവസരമുണ്ടായി. കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അമ്മ, ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മ കൗസല്യാമ്മ, ഒരിക്കലും ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ജയകൃഷ്ണൻ മാസ്റ്ററെ കുട്ടികളുടെ ക്ലാസ് മുറിക്കകത്തിട്ടുകൊണ്ട് ചോറ്റുപാത്രത്തിലും പുസ്തകത്തിലും ചോരത്തുള്ളികൾ തെറിപ്പിച്ച് മുഴുവി അരിഞ്ഞ് കീറി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൗസല്യാമ്മയുടെ കണ്ണുനീരിന് റിസൾട്ട് ഉണ്ടാകാതിരിക്കും. ആ കൗസല്യാമ്മ മാത്രമല്ല, പന്നൂർ ചന്ദ്രൻ, അശ്വിനി കുമാർ, എത്രയോ ആളുകളെ കൊലപ്പെടുത്തി. ഈ പാലക്കാടും എത്ര ബലിദാനികൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ സഞ്ജിത്തും നമ്മുടെ ശ്രീനേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന വ്രതം എന്ന് പറയുന്നത് പേരിന് പ്രസക്തിയില്ലാതെ ചിഹ്നത്തിന് മാത്രം പ്രസക്തി, അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ബൈ ഇലക്ഷനിൽ നമ്മുടെ സഹോദരനെ വിജയിപ്പിച്ച് നിയമസഭയുടെ ശ്രീകോവിലേക്ക് പറഞ്ഞയക്കുമെന്നുള്ള ആ ദൃഢപ്രതിജ്ഞയിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് ഈ മൂത്താന്തറയില് കണ്ണകി അമ്മയുടെ സ്ഥലത്ത് മണ്ണിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ പോരാട്ടത്തിന് എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹവും പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട്. ആ പ്രവർത്തനത്തിന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് കേരള സമൂഹത്തില് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകട്ടെ എന്നും ഈ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ താമര ചിഹ്നത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് കേട്ടതിനും കണ്ടതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.